അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് എത്തിയ സെലിബ്രിറ്റീസാണ് വീണ്ടും എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ അവരൊന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. ഫുഡിനെ കുറിച്ച് ചോദിക്കണം, പിന്നീട് ഇവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദ്യം കഴിക്കാം. അല്ല, ഇവരെ കൈ കിട്ടുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ഫുഡ്? ആദ്യം ഫുഡിനെ കുറിച്ച് പോകാം നമുക്ക്. ഫുഡ് അടിപൊളിയാണ്. ഞാൻ പേഴ്സണലി ഹോയ് പഞ്ചാബിൻ്റെ ഫുഡ് നേരിട്ട് ഇവരുടെ ഹോട്ടലിൽ പോയി കഴിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഹോയ് പഞ്ചാബ് ഫുഡ്. ഇന്ന് എന്തൊക്കെ ഐറ്റം കഴിച്ചു? ഇന്ന് ആക്ച്വലി ബട്ടർ നാൻ കഴിച്ചു, പിന്നെ ലാമ്പിൻ്റെ ഒരു ഐറ്റവും, പിന്നെ ചിക്കൻ കബാബ്. ഇവരുടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പോകാറുള്ളൂ? യെസ്, പേഴ്സണലി പോകാറുള്ളൂ. എങ്ങനെയാണ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോയ് പഞ്ചാബ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞാനും ബിരിയാണി ട്രൈ ചെയ്തു, ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, ഡെസേർട്സ്, പിന്നെ ഗുലാബ് ജാമുൻ എല്ലാം ട്രൈ ചെയ്തു. ഒരുപാട് ട്രൈ ചെയ്തു. ബാക്കിയല്ലോ? ഇല്ല, നമ്മളെല്ലാം ഗുലാബ് ജാമുൻ 2 എണ്ണം ബാക്കി വെച്ചു. അവിടെ എനിക്ക് ചോദിക്കണ്ട, ഞാൻ വന്നപ്പോൾ തൊട്ട് ഏറ്റവും ആദ്യം ഇരുന്ന അദ്ദേഹമാണ്. ഫുള്ളാക്കിയിട്ടുണ്ടല്ലേ? ഞാൻ വന്നപ്പോൾ തൊട്ട് 12:30 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യാമെന്നാണ് ഞാൻ അറിഞ്ഞത്. പുള്ളി 12:15 എത്തി, ഞങ്ങൾ കണ്ടിട്ട്. പിന്നെ എല്ലാം ടേസ്റ്റ് ചെയ്ത ഒരു വ്യക്തി ഇദ്ദേഹമാണെന്ന് എനിക്കറിയാം. അല്ലേ? എല്ലാവരും കൂടെ ഒരു ട്രിപ്പും കൂടി ഇരിക്കാം. എല്ലാവരെയും സന്തോഷിപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഇരുന്നതാ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ലതായിരുന്നു. ഹോയ് പഞ്ചാബ് ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ബിരിയാണി നൈസായിരുന്നു. ഡെസേർട്സിൽ ഗുലാബ് ജാമുൻ അടിപൊളിയായിരുന്നു. പിന്നെ ഡ്രിങ്ക്സിൽ വരാണെങ്കിൽ ഒരു ചാറ്റ് മസാലയുടെ ഒരു റോളാക്കോള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കളർ കാണുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും സംഭവം കൊള്ളായിരുന്നു. അല്ല, ഞാനും ഇത് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ. പിന്നെ ബട്ടർ ചിക്കനും ഞാനും നല്ലൊരു കോമ്പിനേഷൻ. കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇവർ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം നല്ല ഒതന്റിക് സാധനമായിട്ട് തന്നെയാണ് കിട്ടിയത്. മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളി. അല്ല, പല സ്ഥലങ്ങളിലും പോകാറുണ്ട് അല്ലേ? പല ഫുഡ് ടേസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കിട്ടണമെന്നില്ല പല സ്ഥലത്തും പോകുന്നത്. ആ ഫുഡിനെ കുറിച്ച് നമ്മൾ ആ പ്രഷർ മുമ്പിലേക്ക് നമ്മൾ വരെ ഇവിടെ പോയി നല്ല ഫുഡാണെന്ന് പറയും. പിന്നീട് അത് തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ടോ? തെറ്റായതൊന്നും നമുക്ക് അത് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ബഡ്സ് ആണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാൻ കൊള്ളാമെന്ന് പറയുന്നത് അവർക്ക് നമുക്കൊരാളെ ഫോഴ്സ് ചെയ്ത് അത് അവർ കഴിച്ചാൽ അവരുടെ നാവിൽ എന്ത് തോന്നുന്നു അതാണ് അവരുടെ ഇഷ്ടം. എനിക്കിത് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. തീർച്ചയാണ്. സിനിമയുടെ റിവ്യൂ പറഞ്ഞു, എനിക്ക് ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെടില്ല. അല്ല, അതിലേക്ക് കൃത്യമായിട്ട് ഞാൻ വന്നൊന്നുമില്ല ചിരിച്ചത്. എയറിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി. അല്ല, ആ എയറിലേക്ക് പോയെങ്കിലും കുഴപ്പമുള്ള കാര്യം അല്ല. ആക്ച്വലി അതിൽ എനിക്ക് നല്ല റീച്ച് കിട്ടി എന്നുള്ളതാണ് സത്യം. അതെ, എനിക്ക് നല്ല ഇപ്പോ സാറ്റർഡേ നൈറ്റിന്റെ സമയത്താണെങ്കിലും കുറെ ട്രോള് വന്നെങ്കിലും അത് മൂവിക്കായിരുന്നു. ഞാൻ അങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ ഞാൻ നല്ലോണം അറിയപ്പെട്ടു എന്നുള്ളതാണ്. അല്ല, ഈ സിനിമയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മനസ്സിലൊരു വേദന ഉണ്ടായി അല്ലേ? നമുക്കൊരു സ്വാഭാവികമല്ല. റിവ്യൂസ് എന്തായാലും നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് തന്നെയാണ് റിവ്യൂസ്. പക്ഷെ എനിക്ക് പേഴ്സണലി മൂവി വർക്കാണ്. അതേപോലെ കണ്ട പലരും എൻ്റെ അടുത്ത് പേഴ്സണലി വന്നിട്ട് മൂവിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്, അവർക്ക് വർക്കായില്ലെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇപ്പോൾ റിവ്യൂസിനെയൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയി. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാം എനിക്ക് സിനിമ വർക്കായതാട്ടോ. ഞാൻ പേഴ്സണലി പറഞ്ഞു, എനിക്ക് സിനിമ വർക്കായതാണ്. ഞാനത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മൾ കണ്ടില്ല. എനിക്ക് ആ സിനിമ വർക്കാണ്. പക്ഷെ നമുക്ക് ഓരോ ക്യാരക്ടർ തരത്തിൽ നമ്മൾ അഭിനയിക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മുടെ ചോയ്സാണ് അല്ലേ? അത് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം. നമ്മളെ വ്യക്തിത്വത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നത്. അതാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു സംഭവം അല്ലേ? ഇനി അതൊക്കെ മാറും. അതെ, ഇനി അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ സിനിമയുടെ കാര്യം അത് കാരണം പറയാൻ പറ്റില്ല. ഇനിയും ഞാനിപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യുന്ന ഇപ്പോൾ 2-3 പ്രൊജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അത് ചൂസ് ചെയ്യുമ്പോൾ അത് ഹിറ്റായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സും ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് ആൾക്കാരിലോട്ട് എത്തുമ്പോഴാണ് അത് മാറുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. എന്തായാലും ഈ ജേണി കണ്ടിന്യൂ തന്നെ ചെയ്യുന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഇപ്പോൾ 2 പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഉർവശി ചേച്ചി, ഭാവന ചേച്ചി, പ്രിയാവാരർ, അനഘ, ശ്രീനാഥ് ബാസി, ഞാൻ കൂടി ചെയ്യുന്ന ഒരു ഫൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി. പിന്നെയുള്ളതൊരു വെബ് സീരീസാണ്. അത് നമ്മുടെ സണ്ണി ലിയോണി ചേച്ചിയുടെ കൂടെ ചെയ്യുന്നൊരു വെബ് സീരീസാണ്. അതിൽ ലീഡായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ സണ്ണി ലിയോന്റെ കൂടെ ലീഡായിട്ടാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു പോയിന്റും കൂടെ ഉള്ളത്. അതെ, അത് പാൻ ഇന്ത്യൻ വെബ് സീരീസാ. ഹിന്ദി, തമിഴ്, കന്നഡ, തെലുഗു, മലയാളം 5 ലാംഗ്വേജിലാണ് റിലീസ് ആവുന്നത്. അപ്പം എല്ലാം അടിപൊളിയാവട്ടെ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ എയറിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊന്നും കയറിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലേ? ഇടയ്ക്ക് നമ്മൾ കയറിയിട്ടില്ല. ഇടയ്ക്കൊന്നും കയറിയിട്ടുണ്ട് കേട്ടോ. ഓർമ്മ പറഞ്ഞ മറ്റേ മിന്നലിനടുത്ത് കയറിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കയറിയായിരുന്നു. പക്ഷേ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ സിനിമ എന്നല്ലേ?
സിനിമ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഇതിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. പക്ഷേ നമ്മൾ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പേഴ്സണലായിട്ട് ഒന്ന് ബുദ്ധിമുട്ടുണ്ടാകും. അല്ല, അങ്ങനെയല്ല പോകുന്നത്. അതെ അതെ. അല്ല, അതിപ്പോൾ പറഞ്ഞ പോലെ സിനിമ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുക അത് ഓരോ വ്യക്തിയുടെ പേഴ്സണലായ ചോയ്സാണ്. പറയുന്ന പോലെ ഈ പേഴ്സണലായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ റിവ്യൂ പറയുന്നവരോട് പറയണ്ടെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് അടുത്ത പ്രൊജക്റ്റുകളൊക്കെ ഒന്ന് പറയും? പ്രൊജക്റ്റുകൾ ഇനിയിപ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. അനൗൺസ് ചെയ്തിട്ടില്ല, അതിപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഇവന്റ് ഇവിടെ വന്ന് കുറെ സ്റ്റാളൊക്കെ കണ്ടല്ലോ, എങ്ങനെ തോന്നുന്നു? പേഴ്സണലി ഞാൻ സ്റ്റാള് വിസിറ്റ് ചെയ്യാൻ പോണേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നത് ഇവിടെ ഫുഡ് കഴിച്ചാണ്. വന്ന കാര്യം നടക്കട്ടെ. വന്ന കാര്യം ആദ്യം ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകണം, സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യണം. വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. ഇനി പേഴ്സണലി ഞാൻ അവിടെ എല്ലാം ചെന്ന് പിന്നെ ഇവരുടെയൊക്കെ ഫാഷൻ ഷോ സ്റ്റോപ്പറാണ്, അതെല്ലാം പേഴ്സണലി കാണണം. അപ്പോൾ മൊത്തത്തിൽ എക്സൈറ്റഡ് ആണ് ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. കാണാം. താങ്ക് യു.